അപ്പോൾ എന്താ പറയുക, ഇന്ന് അന്നേരം പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ നാളെ അപ്ലോഡ് ചെയ്യുള്ളൂ. ഇന്ന് എഡിറ്റ് എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേനും ഒരു സമയമായി. ഇന്ന് ഞാൻ വണ്ടി ശരിയാക്കാനൊക്കെ പോയായിരുന്നേ, എൻ്റെ 2 വീലർ. അന്നേരം അതിൻ്റെ മീറ്ററിൻ്റെ കുഴപ്പം കൊണ്ടായിരുന്നു. അന്നേരം മീറ്റർ ഇപ്പം ശരിയാക്കണമെങ്കിൽ പഴയ മോഡൽ സാധാരണ ഡിജിറ്റലല്ല, ഇത് കണ്ടോ, പഴയ മോഡൽ ഇപ്പം മീറ്ററാണ്. അപ്പം മീറ്റർ വെക്കാൻ വേണ്ടി പോയപ്പം അത് ശരിയാക്കണമെങ്കിൽ 350 രൂപ 400 രൂപ കൊടുക്കണം. പിന്നെ അതിൻ്റെ വണ്ടിക്കൂലിയും പിന്നെ നമ്മുടെ ചിലവെല്ലാം നോക്കുമ്പോഴത്തേന് 200 രൂപ പോകും. അന്നേരം 400 600. പിന്നെ ഇതിൻ്റെ അന്നേരം തന്നെ ഇതിൻ്റെ കേബിള് പഴയതായിരുന്നു. മീറ്റർ മാറുമ്പോഴത്തേന് അങ്ങനെ കേബിളും മറ്റേ ഇത് മാറണമെന്ന് പറഞ്ഞാൽ അവർ മാറിയിട്ടുണ്ട്. അന്നേരം കേബിള് 2 മാറിയിട്ടു. പിന്നെ അങ്ങനെ മാറി. പിന്നെ അവരുടെ സർവീസ് ചാർജ് കൊടുത്തു. എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 1400 രൂപ എനിക്ക് ചിലവായി. അവർ പറഞ്ഞ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മാറ്റാൻ പോയാൽ മതിയായിരുന്നു. അവർ അന്നേരം കിട്ടത്തില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് മേടിപ്പിക്കുമായിരുന്നു. ഇത് എന്നാ വെച്ചാൽ അവർക്ക് ഈ സ്പെയർ വാങ്ങുമ്പം സ്പെയർ പാർട്സ് ചില വർക്ക്ഷോപ്പുകാർ തമ്മിൽ ടൈപ്പ് ഉണ്ടാകും. പുള്ളിക്ക് ഇത്ര സാധനം വാങ്ങിയിട്ടുണ്ട്, ഇത്ര കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ എൻ്റെ അടുത്ത് പൈസ ഇല്ലാണ്ട് പോലും പുള്ളി വാങ്ങിപ്പിക്കുകയോ ചെയ്തത്. പക്ഷേ പണിയൊക്കെ നല്ലതാണ് കേട്ടോ, നല്ലതായിട്ട് പണിയൊക്കെ എടുക്കും. ഈ പണി അറിയാത്തവന്മാരൊന്നുമല്ല, മേടിച്ചാലും പണിയൊക്കെ എടുക്കും. ഇത് പിന്നെ വലിയ പണിയൊന്നും മാറത്തില്ല. ഞാൻ ഈ വണ്ടി ഒരു ദിവസം നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ശരിയാകാഞ്ഞിട്ട് വേറെ ഇവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. തളിപ്പറമ്പ് 2-3 വർക്ക്ഷോപ്പുകാരുണ്ടോ, ഒരിടത്ത് വേറെ ഒരാളുടെ അടുത്ത് കൊണ്ട് കൊടുത്തു. അങ്ങനെ പുള്ളി അത് ശരിയാക്കി തരുന്നത്. അവരുടെ അടുത്ത് തന്നെ മീറ്റർ മാറുന്നതിന് ഞാൻ വേണ്ട കൊടുത്തത്. നേരെ ഇത്രയും പൈസയായി. അത് ഞാൻ പറയുമായിരുന്നു, നമ്മളിപ്പം ഫ്രീ സർവീസാണെങ്കിൽ വണ്ടിയൊക്കെ ചെയ്യാം. പിന്നെ അല്ലാതെ കൊണ്ട് കൊടുത്തു കഴിയുമ്പം ഇപ്പം വർക്ക്ഷോപ്പുകാരാണെങ്കിൽ നല്ല ബില്ലെഴുതും, നല്ല ബില്ലിടും. അന്നേരം എല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ കൊടുക്കുക. ഇപ്പോൾ സാധനം മാക്സിമം മാറി കിട്ടുന്നതാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ ഇവർ ഭയങ്കര ബില്ലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് നല്ല പൈസ കയറ്റുന്ന പരിപാടി ഉണ്ടാവും. ഇച്ചിരി ഓടാനാണെങ്കിലും അവന്മാർ നല്ലതായിട്ട് ബില്ലെഴുതും. അന്നേരം നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.